75 വർഷത്തിന്റെ നിറവിൽ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ 1949 കുടിപ്പള്ളിക്കൂടമായി തുടങ്ങിയ സ്കൂളാണ് 1979-80 കാലഘട്ടത്തിൽ സർക്കാർ ഹൈസ്കൂളായി ഉയർത്തിയത്. ഈറ്റയും ഇലയും മുളയും ഉപയോഗിച്ച് നിർമ്മിച്ച ഷെഡിലാണ് കുടിപ്പള്ളിക്കൂടം അന്ന് ആരംഭിച്ചത്. ഇന്ന് ഗവൺമെന്റ് ഹൈസ്കൂളായി നിലനിൽക്കുമ്പോഴും സ്കൂളിൽ +2 അനുവദിക്കണമെന്ന ആവശ്യത്തിന് കാൽ നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കാൻ സർക്കാർ കൂട്ടാക്കിയിട്ടില്ലെന്നാണ് ആക്ഷേപം. 75 വർഷത്തിന്റെ നിറവിലാണ് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ. 1949 കുടിപ്പള്ളിക്കൂടമായി തുടങ്ങിയ സ്കൂളാണ് 1979-80 കാലഘട്ടത്തിൽ സർക്കാർ ഹൈസ്കൂളായി ഉയർത്തിയത്. ഇപ്പോഴത്തെ അടിമാലി പഞ്ചായത്ത് മുൻപ് മന്നാങ്കണ്ടം പഞ്ചായത്തായിരുന്നു. അതിനു മുമ്പ് കവളങ്ങാട് കുട്ടമംഗലം പഞ്ചായത്തിന്റെ ഒരു വാർഡായിരുന്നു മന്നാങ്കണ്ടം. ഇക്കാലയളവിലാണ് 1949-50 കാലഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന KM ചെറിയാൻ മന്നാങ്കണ്ടത്ത് കുടിപ്പള്ളിക്കൂടം തുടങ്ങുന്നതിന് നടപടികൾ ആരംഭിച്ചത്. ആദിവാസികളായ മന്നാൻ സമുദായക്കാർ മന്നാൻ നാരായണന്റെ നേതൃത്വത്തിൽ ഇപ്പോഴത്തെ അടിമാലി താലൂക്ക് ആശുപത്രിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഈറ്റയും ഇലയും മുളയും ഉപയോഗിച്ച് സൗജന്യമായി നിർമ്മിച്ചു നൽകിയ ഷെഡിലാണ് കുടിപ്പള്ളിക്കൂടം ആരംഭിച്ചത്. 1979-80 കാലഘട്ടത്തിൽ ഹൈസ്കൂളായി അനുവദിക്കുകയും 3000-ഓളം കുട്ടികൾ വരെ ഒരു വർഷം ഇവിടെ പഠനത്തിന് എത്തിയിട്ടുണ്ടെന്ന് 1965 മുതൽ ദീർഘകാലം ഇവിടെ അധ്യാപകനായിരുന്ന KK സുകുമാരൻ പറഞ്ഞു. 1950 അടിമാലിയിൽ ആരംഭിച്ച ഒരു കുടിപ്പള്ളിക്കൂടം എന്ന് പറയാവുന്ന ഒരു സ്കൂളാണ് ഇന്ന് ഈ അടിമാലി പട്ടണത്തിൻ്റെ മധ്യത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഗവൺമെൻറ് ഹൈസ്കൂൾ. ഈ പ്രദേശം കവളങ്ങാട് പഞ്ചായത്തിൻ്റെ 6ാം വാർഡായിരുന്നു. ആ വാർഡാണ് പിന്നീട് അടിമാലി ഗ്രാമപഞ്ചായത്തായി മാറിയത്. കുട്ടമംഗലം പഞ്ചായത്തിൻ്റെ ഒരു വാർഡ്. ആ വാർഡിൽ അന്നൊരൊറ്റ പള്ളിക്കൂടം ഉണ്ടായിരുന്നില്ല, സ്കൂളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീ ചെറിയാൻ അടിമാലിയിൽ ഇടയ്ക്കിടയ്ക്ക് വരികയും വളർന്നു വരുന്ന ഈ പ്രദേശത്ത് ഒരു സ്കൂളിൻ്റെ ആവശ്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു. 1950 തിരുക്കൊച്ചി ഗവൺമെന്റ് കുടിപ്പള്ളിക്കൂടം സർക്കാർ LP സ്കൂളായി അംഗീകരിക്കുകയായിരുന്നു. പിന്നീട് സ്കൂളിനായി 4.5 ഏക്കർ ഭൂമി കണ്ടെത്തി. 1965 UP വിഭാഗം അനുവദിച്ചു. ഇതോടെ ഇവിടെ നിന്ന് 7ാം ക്ലാസ് വിജയിക്കുന്നവർ 10 കിലോമീറ്റർ ദൂരം കാൽനടയായി യാത്ര ചെയ്താണ് വെള്ളത്തൂവൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെത്തി ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിയിരുന്നത്. ഇതിന് പരിഹാരം കാണുന്നതിനായി അക്കാലത്ത് മന്നാങ്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജോൺ കെന്നഡി മുൻകൈയെടുത്ത് സർക്കാർ സമീപിച്ചാണ് 1979-80 കാലഘട്ടത്തിൽ ഹൈസ്കൂൾ അനുവദിച്ചത്. 7.5 പതിറ്റാണ്ട് പിന്നിടുന്ന സ്കൂളിന് അർഹതയ്ക്കുള്ള അംഗീകാരം ഇനിയും ലഭിച്ചിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. 75 വർഷത്തിന്റെ നിറവിൽ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളായിരിക്കുമ്പോഴും സ്കൂളിൽ +2 അനുവദിക്കണമെന്ന ആവശ്യത്തിന് കാൽനൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കാൻ സർക്കാർ കൂട്ടാക്കിയിട്ടില്ലെന്നും ആക്ഷേപമുയരുന്നു. 1000 വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകിയ ഈ നഗരമധ്യത്തിൽ കാണുന്ന ഈ പള്ളിക്കൂടത്തിൽ, ഈ സ്കൂളിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ആയി അതിനെ ഉയർത്തി കിട്ടുന്നതിന് ഒരു ശ്രമവും കൂട്ടായി ഈ നാട്ടിൽക്കാരിൽ നിന്നോ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. ഇത് ഇവിടെ വലിയ വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു വലിയ ഗ്രൗണ്ടുണ്ട്, ഒത്തിരി കെട്ടിടങ്ങളുണ്ട്. ഹയർ സെക്കൻഡറിയിൽ നല്ല +2 SLCക്ക് നല്ല റിസൾട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഇതുവരെ സ്ഥാപിതമായിട്ടില്ല. സ്കൂൾ 75 വർഷം പിന്നിടുന്ന കാര്യം ത്രിതല പഞ്ചായത്ത് അധികൃതരും ജനപ്രതിനിധികളും അറിഞ്ഞിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.